ഹലോ ഹായ് നമസ്കാരം. സമീൻ സംഗീത റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി, ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ നിലമ്പൂർ എത്താനായി. നിലമ്പൂരിൽ നിന്ന് നാടുകാണി ചുരം വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പം ഓൾമോസ്റ്റ് ഒരു 7 മണിയായി. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചുരം കയറാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നിലമ്പൂരുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു യാത്രയിൽ മീനും ഉണ്ട്, പിന്നെ സവിൻ, അച്ഛനമ്മ, ചേച്ചി, പിന്നെ ഞാൻ, അങ്ങനെ ഞങ്ങൾ 6 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, പുഷ്പുൾ ട്രെയിൻ, അതിൽ കയറണം എന്ന്. അപ്പോൾ അതിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മണിക്കാണ് കേട്ടോ നമ്മൾ ട്രെയിൻ വരുന്നത്. അത് നമ്മുടെ ഊട്ടി ടു കൂനൂറാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരത്തിലെത്തി. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, റോഡൊക്കെ ഭയങ്കര കാലിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വേണ്ടി നിർത്തി. അപ്പോൾ ഈ യൂക്കാലി മരങ്ങളുടെ ഇടയിൽ എല്ലാവരും പോകുമ്പം എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളും അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ റോഡ് പറ്റ മോശമാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഫുൾ കുണ്ടുകളും കുഴികളുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 1-2 ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും അധികം ആളും ബഹളവും ഒന്നുമില്ല കേട്ടോ. ഫുൾ കാലിയാണ്. ഞങ്ങൾ കാർ ഇങ്ങോട്ട് ഇറക്കി ഇവിടെ കുറച്ച് നേരം നിന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് തണുപ്പ് വന്നു തുടങ്ങിയത്. ഇതുവരെ അങ്ങനെ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. നല്ല കാറ്റാ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഊട്ടി ലേക്ക് സൈഡിലേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആളും തിരക്കുമൊക്കെ ഉണ്ട്. ബോട്ടിനൊക്കെ നല്ല ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തില്ല. ജസ്റ്റ് ലേക്കൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഇനി നമുക്ക് 12 മണിക്കാണ് നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ചെക്ക് ഇൻ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേഗം റൂമിലേക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ലേക്കുകളെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഇപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഹോട്ടലിൻ്റെ പേര് വരുന്നത് ക്ലൂനെ മാനർ എന്നാണ്. ഇതൊരു ഓൾഡ് സ്റ്റൈലിലുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. കുറേ മുന്നത്തെ ഒരു ബിൽഡിംഗ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ട്രെയിൻ വരുന്നത് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് അവർ പറഞ്ഞു, നമ്മൾ കാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി ഇനി നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഉദകമണ്ഡലം എന്നാണ് കേട്ടോ ഈ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. ഉദകമണ്ഡലം ടു കൂണൂർ 1 ഹവറാണുള്ളത് കേട്ടോ. ഇത് ശരിക്കും ഊട്ടി ടു മേട്ടുപ്പാളയം പോകുന്ന ട്രെയിനാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5 ഹവേഴ്സ് ജേർണി ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നത്. ഇത് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. അപ്പോൾ 1 ഹവറാണ് നമ്മൾ കൂനൂറിലേക്ക് പോവുക. പിന്നെ കൂനൂറിൽ 1 ഹവർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ, തിരിച്ച് നമുക്ക് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറേ ടണലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ 1 അവർ കൊണ്ട് കൂനൂറിലെത്തി. ഇനി ഇവിടെ ഒരു 1 അവർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ, നമ്മുടെ തിരിച്ചു പോകാനുള്ള ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലൊരു ലാവൻഡർ കളറുള്ള പൂക്കളാണ് ഇതിലുള്ളത്. ഫോട്ടോയിൽ വീഡിയോയിൽ അത്ര ഭംഗി കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിൻ ഫുള്ളാണ്. നമ്മൾ ആദ്യം 1-2 സ്ഥലങ്ങളിലൊക്കെ കയറിയപ്പോൾ അധികം ആളുകളെ കാണാത്തത് കൊണ്ട് ഊട്ടിയിൽ വലിയ തിരക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയൊക്കെ വന്ന സമയത്ത് ഫുൾ ആളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന്. അപ്പം അതൊന്ന് കാണാം. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ലോണും കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല കിടിലൻ ആംബിയൻസ് ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. പൂക്കളില്ല, ഒന്നുമില്ല. ആദ്യമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ.
ഇത് ചുമ്മാ നമ്മൾ പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി ഒരു 1 hour പോലും നിന്നില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ട് തിരിച്ചിറങ്ങി. കാരണം ഒന്നുമില്ല അതിൻ്റെ അകത്ത് കാണാൻ. അപ്പോൾ അങ്ങനെ ഗാർഡനും കണ്ട് തിരിച്ചിറങ്ങി. ഇനി നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. ആനന്ദഭവൻ എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. നമ്മൾ ഫുഡ് കഴിച്ചു, കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ റൂമിൽ പോവുക, ചെക്കൗട്ട് ചെയ്യുക, തിരിച്ച് പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിലമ്പൂർ കുറച്ച് കാഴ്ചകളൊക്കെ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.